നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടൈറ്റിൽഡ് 2 സ്റ്റേ ടൂർണമെന്റിന്റെ 11ാം റൗണ്ടിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനും നമ്മുടെ നിഹാൽ സരീനും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ കാൾസൺ വൈറ്റ് സൈഡും നിഹാൽ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്യുന്നു. നിംസ വെച്ച് ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മുതൽ ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. E5 മുതൽ അഡ്വാൻസ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ F5 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് C3 മുതൽ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം D4 പോണ് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് E6 മുതൽ അടുത്ത ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു. വൈറ്റ് ക്വീനെ വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ഇപ്പോൾ E5 ഒരു പോണുള്ളത് കാരണം ബ്ലാക്കിന് നൈറ്റിനെ അങ്ങോട്ടേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം നൈറ്റിനെ E7 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ E2 ഡെവലപ്പ് ചെയ്ത ശേഷം നൈറ്റിനെ F5 കൊണ്ടുവരുന്നു. വൈറ്റ് വേഗം ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ G3 കൊണ്ടുവന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ നിഹാൽ ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നില്ല, പകരം G6 മുതൽ ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ G പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ G5 ഓപ്പൺ ചെയ്യുക എന്നാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം അടുത്ത നൈറ്റിനെ D2 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ ഈ H4 സ്കോറിലേക്ക് ബ്ലാക്കിനെ 3 പീസുകൾ വെച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് നൈറ്റിനെ F3 മൂവ് ചെയ്തുകൊണ്ട് ആ സ്കോറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരുന്നതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് H5 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ H4 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം. ആ H4 സ്കോറിലേക്ക് ഇപ്പോഴും ഈ 3 പീസുകളുടെ കൺട്രോൾ ഉള്ളതുകൊണ്ട് വൈറ്റിന് H4 മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് കാൾസൺ ഇവിടെ ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. അതിനുശേഷം H4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ G8 കൊണ്ടുവന്ന് G2 പോണിന് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ G5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന്റെ ബിഷപ്പിന് ഒരു പോണിന്റെ സപ്പോർട്ടോടെ ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം ക്വീൻസിലേക്ക് കാസ്ലിംഗ് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ക്വീനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് G3 മുതൽ ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീൻസിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീൻസിലേക്ക് കാസ്ലിംഗ് ചെയ്ത ഉടൻ തന്നെ കാൾസൺ ആ സൈഡിലേക്ക് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം B4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ B8 മൂവ് ചെയ്യുന്നു. വൈറ്റ് A4 മൂവ് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ A5 മുതൽ പ്ലാൻ ചെയ്ത അറ്റാക്കോട്ടിനെ മുന്നോട്ട് പോകാം. എന്നാൽ ഇവിടെ ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ശേഷം ഈ E5 ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിനായിട്ട് ഇപ്പോൾ കാസ്ലിംഗ് ചെയ്താലും ഈ റൂക്കിന്റെ ഫയലിലേക്കായിരിക്കും കിങ് വരുന്നത്. ഈ രണ്ട് പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനായിട്ട് കാൾസൺ ഇവിടെ കിങ്ങിനെ മൂവ് ചെയ്യുകയാണ്. കിങ്ങിനെ F1 മൂവ് ചെയ്യുന്നു. ഇവിടെ എന്തായാലും ബ്ലാക്ക് E5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ആ എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. പോൺ വെച്ച് പോണൊട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടുന്നു. ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് തിരിച്ചെട്ടിക്കൊണ്ട് F4 മൂവ് ചെയ്തുകൊണ്ട് ഈ F5 കൂടെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം റൂക്കിനെ E1 കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ ആ എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ എങ്ങനെ തിരിച്ചൊട്ടിയാലും ബ്ലാക്കിന്റെ അടുത്ത മൂവ് സെയിം ആണ്. വൈറ്റ് ഇവിടെ പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ബ്ലാക്ക് F4 മൂവ് ചെയ്തുകൊണ്ട് G3 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് പോൺ വെച്ച് പോണോട്ടാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് തിരിച്ചൊട്ടിയ ശേഷം ക്വീനെ കൂടെ ആ ഫയലിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് വളരെ സ്ട്രോങ് ആകും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ റൂക്കിന്റെ ഫയലിൽ നിന്ന് മാറ്റാണ്. കിങ്ങിനെ G2 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. പോൺ വെച്ച് പോണോട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. ഇവിടെ ഇപ്പോഴും വൈറ്റിന്റെ ക്വീനും നൈറ്റും പോൺ വെച്ച് ഫോർക്ക് ചെയ്യാൻ പറ്റുന്ന പൊസിഷനാണ് ഉള്ളത്. നിഹാൽ ഇവിടെ അങ്ങനെ ഒരു അറ്റാക്കിനെ തന്നെ ട്രൈ ചെയ്യാണ്. അതിനായിട്ട് E5 ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നതോടൊപ്പം ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇങ്ങനൊരു ഫോർക്കിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വൈറ്റ് ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുന്നില്ല, പകരം നൈറ്റ് വെച്ച് പോണിട്ടുകൊണ്ട് ഒരു നൈറ്റ് എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ A4 പോണിന് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ പോണിന് വേറെ സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് ബ്ലാക്ക് ആ പോണിനെ വിട്ടെടുക്കുകയാണ്. ക്വീന് വെച്ച് A4 പോണിനെ വിട്ടെടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെയും രണ്ട് പോണുകൾക്ക് സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. വൈറ്റിനതിൽ ഏത് പോണിനാണെങ്കിലും വെട്ടിയെടുക്കാം.
എന്നാൽ ഈ D5 പോണിട്ടെടുക്കുന്നത് നല്ല മൂവല്ല. അങ്ങനെ റൂക്ക് വെച്ച് D5 പോണിട്ടുകയാണെങ്കിൽ ക്വീൻ A2 ഒന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരികയും വൈറ്റിന് ആ റൂക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ D4 പോണിട്ടെടുക്കുന്നില്ല, പകരം റൂക്ക് വെച്ച് H5 പോണിനെ എടുക്കുന്നു. ഇപ്പോൾ ഈ പൊസിഷൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ് വളരെ സേഫാണ്. എന്നാൽ വൈറ്റിൻ്റെ കിങ് സൈഡ് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ പെട്ടെന്നുള്ളൊരു അറ്റാക്കിനുള്ള സാധ്യതയില്ല. പോരാത്തതിന് വൈറ്റിന് ഒരു എക്സ്ട്രാ പോണുണ്ട്, അതിൽ 2 പോണുകൾ പാസ്ഡ് പോണുകളാണ്. അതുകൊണ്ട് തന്നെ ഗെയിമിൽ ഇപ്പോഴും രണ്ടുപേർക്കും ഒരേ സാധ്യതകൾ തന്നെയാണെങ്കിലും വൈറ്റിന് ഈ പാസ്ഡ് പോണിൻ്റെ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ നിഹാൽ വളരെ മികച്ചൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഈ പാസ്ഡ് പോണാണ്. നിഹാൽ ഇവിടെ ഈ പാസ്ഡ് പോണിനെ തടയാൻ ശ്രമിക്കുന്നില്ല, പകരം ക്വീനിനെ A1 കൊണ്ടുവരുന്നു. ഇത് വളരെ മികച്ചൊരു ട്രാപ്പാണ്. അതായത് ഇപ്പോഴും ഈ D5 പോൺ റൂക്കിൻ്റെ അറ്റാക്കിലാണ്. വൈറ്റ് റൂക്ക് വെച്ച് ആ പോൺ ഇട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ടപോലെ തന്നെ ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ബ്ലാക്കിന് ആ റൂക്കിനെ നേടിയെടുക്കാം. അല്ലാതെ ഈ ക്വീനിൻ്റെ സപ്പോർട്ടോടെ ഈ പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിലും ബ്ലാക്കിന് വളരെ വേഗം വിജയിക്കാൻ കഴിയും. അതെങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് ആ പോണിനെ എടുക്കാം. ആ റൂക്കിന് വേറെ സപ്പോർട്ടില്ലെന്ന് കരുതി വൈറ്റ് ഇപ്പോൾ ക്വീൻ വെച്ച് ആ റൂക്കിനെ എടുക്കുകയാണെങ്കിലാണ് ആ ട്രാപ്പ് സക്സസ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ക്വീനെ F1 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ H2 മാത്രമേ മാറാൻ കഴിയുള്ളൂ. ആ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഒരു പോണിനെ നേടിയെടുക്കാനോ അല്ലെങ്കിൽ പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ശ്രമിക്കുന്നില്ല, പകരം റൂക്കിനെ H1 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ക്വീനെ A2 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ E2 കൊണ്ടുവന്ന് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ് ക്വീനെ A4 മൂവ് ചെയ്യുന്നു. ഇനി നേരത്തെ കണ്ട ചെക്ക്മേറ്റിനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ കാൾസൺ പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോയാണ് G6 മൂവ് ചെയ്യുന്നു. നിഹാൽ ആ പോണിനെ തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ C6 കൊണ്ടുവന്ന് പാസ്ഡ് പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ബ്ലാക്കിൻ്റെ ഈ മൂവിന് പിന്നിൽ 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തത് പാസ്ഡ് പോണിനെതിരെ 2 വിസിൽ വെച്ച് അറ്റാക്ക് കൊടുക്കാം. രണ്ടാമത്തത് വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് ആ പാസ്ഡ് പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ കണ്ടപോലെ തന്നെ ഈ ഫസ്റ്റ് റാങ്ക് വീണ്ടും വീക്കാകും. ആ സമയത്ത് ക്വീനെ കൂടെ F5 കൊണ്ടുവന്ന് ഈ F5 അറ്റാക്ക് സ്ട്രോങ് ആക്കാമെന്നാകും ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കാൾസൻ്റെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവ് വരെയാണ്. കാൾസൺ ഇവിടെ ഈ പാസ്ഡ് പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, പകരം റൂക്കിനെ E1 മൂവ് ചെയ്തുകൊണ്ട് പാസ്ഡ് പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ ഇവിടെ ഒരു ബാക്ക് റാങ്ക് വീക്ക്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാസ്ഡ് പോണിനെ എങ്ങനെ തന്നെ വെട്ടിയെടുത്താലും ബ്ലാക്കിനിവിടെ ഒരു പീസ് നഷ്ടപ്പെടും. അതായത് ഇപ്പോൾ ക്വീന് വെച്ച് ആ പോണിനെ എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ക്വീന് വെച്ച് ക്വീനായിട്ട് എടുക്കാം. ഇപ്പോൾ റൂക്ക് വെച്ച് തിരിച്ചിട്ടാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ റൂക്ക് വെച്ച് വെട്ടിയെടുക്കുകയാണെങ്കിലും ഏകദേശം അത് തന്നെയാണ് അവസ്ഥ. കാരണം ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ ഓവർലോഡിങ്ങിലാണ്. ക്വീനിന് ഒരേ സമയം ഈ 2 സ്ക്വയറുകളും കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്വീനിൻ്റെ ഇവിടെ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്യിക്കുന്നതിനായിട്ട് B5 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കാം. പോണിനിപ്പോൾ ക്വീനിൻ്റെ സപ്പോർട്ടുണ്ട്. ഈ ക്വീനിപ്പോൾ റൂക്കിനുള്ള സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് 6th റാങ്കിൽ തന്നെ എവിടെയെങ്കിലും തുടരുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ചെയ്യാം. അല്ലാതെ ഈ A2 കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് ക്വീനെ ഇങ്ങോട്ടേക്ക് എവിടെയെങ്കിലും മാറ്റുകയാണെങ്കിൽ ക്വീന് വെച്ച് റൂക്കിനെ വെട്ടിയെടുക്കാം. അങ്ങനൊരു വലിയ അറ്റാക്കിനുള്ള സാധ്യത കിട്ടുന്നതിന് വേണ്ടിയാണ് കാൾസൺ ഇപ്പോൾ റൂക്കിനെ E1 കൊണ്ടുവന്ന് ആ പോണിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിഹാൽ വളരെ മികച്ചൊരു മൂവിലൂടെ ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കുകയാണ്. ക്വീനെ F6 കൊണ്ടുവരുന്നു. ഇപ്പോൾ വൈറ്റിന് നേരത്തെ കണ്ടപോലെ റൂക്കിനെ E6 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ആ റൂക്ക് അങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ F2 കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ക്വീനെ F2 കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കിങ് H1 മാറുകയാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ H3 മാറുന്നതെങ്കിലും റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ G4 തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീനെ H2 കൊണ്ടുവരാം. ഇനി ക്വീനെ H5 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്ത് ചെക്ക് മേറ്റ് ചെയ്യാണ് ലക്ഷ്യം. അത് തടയാനായിട്ട് റൂക്കിനെ ഇപ്പോൾ E5 കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം ക്വീനെ H3 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ G5 മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഈ സമയത്ത് ക്വീനെ H5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും.
ഇവിടെ നിഹാലിൻ്റെ പ്ലാൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് കാൾസനെ കളിക്കുന്നത്. കാൾസൻ ഇപ്പോൾ റുക്ക് വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, പകരം B5 മൂവ് ചെയ്യുന്നു. നിഹാലും ഇപ്പോൾ തന്നെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ല, പകരം B6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നതോടൊപ്പം കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ഇവിടെ ഇപ്പോഴും ഗെയിമിൽ രണ്ടുപേർക്കും തുല്യ സാധ്യതകൾ തന്നെയാണുള്ളത്. ഇതാണ് ഗെയിമിലെ പ്രധാന ഭാഗം. ഇവിടെ രണ്ടുപേരും എങ്ങനെയുള്ള അറ്റാക്കുകളാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് രണ്ടുപേർക്കും വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ ഇപ്പോഴും വൈറ്റിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ പാസ്ഡ് പോണാണ്. ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് കാൾസൺ ഇവിടെ ഒരു മാർഗം കണ്ടെത്തുകയാണ്. കാൾസൻ്റെ ആ പ്ലാൻ സക്സസ് ആവണമെങ്കിൽ ബ്ലാക്കിൻ്റെ ക്വീൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതിനായിട്ട് ഇവിടെ നിഹാൽ പ്ലാൻ ചെയ്ത ആ അറ്റാക്ക് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് റൂക്കിനെ ഇവിടുന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ റൂക്ക് വെച്ച് ക്വീൻ അറ്റാക്ക് ചെയ്യുന്നില്ല, പകരം റൂക്കിനെ E7ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ശരിക്കും കാൾസൻ്റെ പ്ലാൻ എന്താണെന്ന് നോക്കാം. അതായത് ഈ റൂക്ക് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നിഹാൽ എന്തായാലും നേരത്തെ പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോകും. ക്വീനെ F2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കും. അപ്പോൾ കിങ്ങിന് H3ലേക്ക് മൂവ് ചെയ്യാം. ഈവനിലെ റൂക്കിന് E7ലെ റൂക്കിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്വീന് വെച്ച് ആ റൂക്കിന് ഇട്ടാൻ പറ്റില്ല. അല്ലാതെ റൂക്കിന് H3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണെങ്കിലും കിങ്ങിന് G4ലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ നേരത്തെ കണ്ടവരെ തന്നെ ക്വീനെ H2ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക്മേറ്റിന് ശ്രമിക്കുമ്പോഴാണ് കാൾസൻ്റെ പ്ലാൻ സക്സസ് ആവുന്നത്. ഇപ്പോൾ ഈ ചെക്ക്മേറ്റ് തടയുന്നതിനായിട്ട് വൈറ്റിന് വേറൊന്നും മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റൂക്കിനെ H7ലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇങ്ങനൊരു അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ആദ്യം തന്നെ റൂക്കിനെ E7ലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പോൾ ഒരേ സമയം ക്വീനെതിരെയും റൂക്കിനെതിരെയും അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ആ എക്സ്ചേഞ്ചിലേക്ക് പോകേണ്ടി വരും. ആ സമയത്ത് പോൺ വെച്ച് തിരിച്ചു വെട്ടാം. ഇപ്പോൾ ആ പാസ്റ്റ് പോണിന് ക്വീൻ്റെ സപ്പോർട്ടുണ്ട്. ഇനി റൂക്കിനെ കൂടെ E7ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാനും ഇനി 2 പീസുകളുടെ സപ്പോർട്ടോടെ വൈറ്റിന് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വൈറ്റ് ഇപ്പോൾ ബ്ലാക്കിനെ ഈ അറ്റാക്ക് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത്. കാൾസൺ ഈ ഒരു മൂവ് ചെയ്യാൻ എത്ര സമയമെടുത്തു നോക്കാം. അതായത് ഈ മൂവിന് മുമ്പ് 1 മിനിറ്റും 7 സെക്കൻഡും ഉണ്ടായിരുന്നു. ഏകദേശം 1 മിനിറ്റോളം സമയമെടുത്താണ് കാൾസൺ ഈ വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു സമയമായിട്ട് തോന്നുമെങ്കിലും ഈ ഗെയിം 3 മിനിറ്റ് ഗെയിമാണ്. ഈ ഒരു മൂവിനായിട്ട് മാത്രം മുഴുവൻ ഗെയിമിൻ്റെയും 3-1 സമയം എടുത്തേക്കാണ്. കാൾസൻ്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നിഹാലിന് 22 സെക്കൻഡുകളാണ് ആവശ്യമായിട്ട് വന്നത്. 22 സെക്കൻഡുകൾക്ക് ശേഷം കാൾസൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെ നിഹാൽ മൂവ് ചെയ്യാണ്. ക്വീനെ F2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. കാൾസൺ ഇവിടെ നേരത്തെ പ്ലാൻ ചെയ്ത മൂവ് തന്നെയാണ് ചെയ്യുന്നത്. കിങ്ങിനെ H3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റൂക്ക് H3ലേക്ക് ഒന്ന് ചെക്ക് വരുന്നത് തന്നെയാണ് കാൾസൺ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ കാൾസൺ പ്രതീക്ഷിക്കാത്തൊരു മൂവാണ് നിഹാലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഈ വീടൊന്ന് പോസ് ചെയ്ത ശേഷം നിഹാലിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിഹാൽ ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുന്നില്ല, പകരം F8ലെ റൂക്കിനെ F3ലേക്ക് കൊണ്ടുവരുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മൂവാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള മൂവാണ്. കാരണം ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കുമാണ്. ആ റൂക്കിൻ്റെ സഹായത്തോടെ ഇവിടെ ഒരു ചെക്ക്മെൻറ്റിന് സാധ്യതയുണ്ട്. ഇത് കാൾസൺ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മൂവായിരുന്നു. ഇവിടെ എന്തായാലും ക്വീൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെ കാൾസൺ പരമാവധി പീസുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ ഈ ഏരിയയിൽ കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് റൂക്കിനുണ്ടെന്നു, വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചിട്ടുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ബ്ലാക്ക് കിങ്ങിനെ B7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ എന്തായാലും ഇനി ഒരു ചെക്കിനുള്ള സാധ്യതയില്ല. ഈ ക്വീനെ ഇപ്പോൾ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകും. അതുകൊണ്ട് റൂക്കും ക്വീനും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. ക്വീനെ വെച്ച് റൂക്കിനെ ഇട്ടുന്നു, ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഇനി ഇങ്ങനൊരു ചെക്ക് കൊടുത്തുകൊണ്ട് ആ പാസ് പോണിനെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ H4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ F5ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ഇപ്പോൾ എങ്ങനെയാണ് ശ്രമിച്ചാലും ആ പാസ് പോണിനെ രക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോൾ റൂക്കിനെ E8ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബ്ലാക്കിനെ ക്വീനെ E6ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ആ പോണിലുള്ള സപ്പോർട്ട് ഒഴികൊണ്ട് എങ്ങനെയെങ്കിലും പോകേണ്ടി വരും. അല്ലാതെ വീണ്ടും സപ്പോർട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫോർക്കും ചെക്ക് വരുമ്പോൾ ആ റൂക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കാൾസൺ ഇപ്പോൾ ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം റൂക്കിനെ E5ലേക്ക് കൊണ്ടുവന്ന് ക്വീനെയും D5ലെ പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് G6ലെ പോണിനെ വിട്ടെടുക്കുന്നു. വൈറ്റിന് ഇപ്പോഴും ഈ പോണിനെ വിട്ടെടുക്കാൻ പറ്റില്ല. അങ്ങനെ വിട്ടെടുക്കുകയാണെങ്കിൽ വീണ്ടും ഫോർക്കും ചെക്ക് വരികയും റൂക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് G4 മൂവ്കൊണ്ട് അടുത്ത പാസ്റ്റ് പോണിനെ മുന്നോട്ടുണ്ടാവുന്നു. ബ്ലാക്ക് C6 മൂവ്കൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് മുന്നോട്ടുണ്ടെങ്കിൽ ബ്ലാക്കിന് കിങ് വെച്ച് തിരിച്ചോട്ടിയ ശേഷം ഈ 2 പോണുകളെയും മുന്നോട്ടുണ്ടാവാം. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ആദ്യം റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോഴും പോൺ വെച്ച് പോകാൻ പറ്റില്ല. ക്വീന് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരുമ്പോൾ വീണ്ടും റൂക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് വൈറ്റ് G5 മൂവ്കൊണ്ട് ആ ചെക്കിനുള്ള സാധ്യത ഒഴിവാക്കുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇവിടെ വൈറ്റ് കിങ്ങിനെ G4ലേക്ക് മൂവ് ചെയ്ത ശേഷം
ബ്ലാക്ക് A5 ചെയ്തുകൊണ്ട് പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോയതോടെ കാൾസൺ തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വൈറ്റിനിവിടെ ഒരു ചെക്കിനുള്ള സാധ്യത പോലും ഇല്ല. എങ്ങനെ നോക്കിയാലും ഈ പോണുകളെ തടയാനും കഴിയില്ല എന്ന് മനസ്സിലാക്കൊണ്ടാണ് ഈ പൊസിഷനിൽ കാൾസൺ തോൽവി സമ്മതിച്ചത്.